നമസ്കാരം, ഋഷിപ്രപ്നം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ നാം അവതരിപ്പിക്കുന്നത് മേടസംക്രമവും അതിന്റെ ഫലങ്ങളുമാണ്. മേടസംക്രമ ഫലവും സംക്രമ ഫലത്തിൽ വരുന്നത് സൂര്യസംക്രമത്തിന്റെ ഫലവും അതേപോലെ തന്നെ ദേവതാ ഉദയത്തിന്റെ ഫലവും പ്രത്യേകമാണ്. മറ്റ് നക്ഷത്ര ഫലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഫലപ്രവചന രീതിയാണ് ഇത്. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോയെ സമീപിക്കുക. 27 നക്ഷത്രങ്ങളുടെയും പ്രത്യേകം അത്തരത്തിൽ സംക്രമ ഫലവും നക്ഷത്ര ഫലങ്ങളും പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രകാരമുള്ള നക്ഷത്ര ഫലങ്ങളും പ്രത്യേകമായിട്ട് ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ദേവതാ ഫലവും സംക്രമ ഫലവും നക്ഷത്ര ഫലവും ഒക്കെ പരസ്പരം വ്യത്യസ്തങ്ങളായിരിക്കാം. എല്ലാത്തിലും നല്ലത് വരികയാണെങ്കിൽ അത് ആ നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണപ്രദവും, മധ്യമമാണ് എങ്കിൽ അതിനനുസരിച്ചും, ദോഷമാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരിഹാര കർമ്മങ്ങളും ചെയ്ത് വരുന്ന ഒരു വർഷക്കാലം മുന്നോട്ട് പോവുക. അതായത് മേടമാസത്തിലെ സംക്രമവും അതിനുശേഷം അടുത്ത മേടം വരെയുള്ള സംക്രമത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലവർഷം 1201 ആണ്ട് മേടമാസം 1 തീയതി വിഷു മുതൽ കൊല്ലവർഷം 1202 ആണ്ട് മീനമാസം അവസാനം വരെയുള്ള ഒരു വർഷത്തെ വിഷു സംക്രമ ഫലവും ദേവതാ ഫലവും നക്ഷത്ര ഫലവുമാണ് ഈ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത്. അതായത് 2026 വിഷു മുതൽ അടുത്ത വിഷുവിന് തൊട്ടു മുമ്പുള്ള ദിവസം വരെയുള്ള ഒരു വർഷക്കാലത്തെ സമ്പൂർണ്ണ ഫലം. ഇപ്പോൾ നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ ഒരു വർഷക്കാലത്തെ വിഷു സംക്രമ ഫലത്തെ പരിശോധിക്കാം. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ വിഷു ഫലത്തെ നോക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് അന്ത്യഷട്കമാണ്. ജനനേതൃത്വം, മേലധികാരികളുടെ പ്രീതി, അധികാരപ്രാപ്തി, സുഖം ഇവയാണ് ഫലം പറയേണ്ടത്. ദേവതയായി മഹാവിഷ്ണുവാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെയും ഗുരുജനങ്ങളുടെയും മുതിർന്ന അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ സ്നേഹ ബഹുമാനാദി ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് തിരുവോണ നക്ഷത്രക്കാരുടെ വരുന്ന ഒരു വിഷുവർഷക്കാലത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർ സ്വപ്രയത്നം കൊണ്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരും മാറി താമസിക്കുന്നവരും ധനവാന്മാരാകുന്നവരുമാണ്. നല്ല ദാമ്പത്യ ജീവിതം അനുഭവിക്കുന്നവരും സത്യം പറയുന്നവരുമായും ഭവിക്കും. ഈശ്വര ഭക്തരായിട്ടും ബന്ധുക്കൾ കുറഞ്ഞുള്ളവരായിട്ടും തിരുവോണ നക്ഷത്രക്കാർ വന്നേക്കാം. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകൾ പാണ്ഡിത്യവും രൂപഗുണവും കൊണ്ട് ശോഭിക്കുന്നതാണ്. ശാസ്ത്രകാര്യങ്ങളിൽ താല്പര്യവും ദാനം ചെയ്യുന്നതിൽ ഉത്സുകതയും സത്യസന്ധതയും പരോപകാരിയുമായിരിക്കും. 5 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സന്തോഷകരമായിട്ടുള്ള പരിചരണവും ശ്രദ്ധയും ലഭിക്കുന്നതാണ്. 5 വയസ്സിന് മുകളിൽ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സാഹസ പ്രവർത്തികളിൽ കൂടി ദേഹദണ്ഡങ്ങൾ വരാതെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. 12 വയസ്സിന് മുകളിൽ 30 വയസ്സുവരെയുള്ളവർക്ക് ആരോഗ്യ വിഷയങ്ങൾ ഈ വർഷം ശ്രദ്ധിക്കേണ്ടതാണ്. പഠന നിലവാരം ഉയരുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസവും ഉദ്യോഗവും നേടുന്നതിനും നല്ല കുടുംബത്തിൽ നിന്ന് വിവാഹബന്ധം ഉണ്ടാകുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകാം. 30 വയസ്സിന് മുകളിൽ 46 വയസ്സുവരെയുള്ളവർക്ക് വിവാഹം നടക്കാത്തവർക്ക് വിവാഹവും ധനം, ഐശ്വര്യം, ഭാഗ്യം, ഭൂമി, വാഹനം എന്നിവയും ഉണ്ടാകുന്നതാണ്. 46 വയസ്സു മുതൽ 65 വയസ്സുവരെയുള്ളവർക്ക് ഈ വർഷം ഉദ്യോഗത്തിലും സമൂഹ മധ്യത്തിലും സ്ഥാനമാനങ്ങളും ജനിച്ച നാട്ടിൽ പ്രസിദ്ധിയും ഉണ്ടാകുന്നതാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും സമാധാനവും ഉണ്ടാകുന്നതാണ്. തിരുവോണ നക്ഷത്രക്കാർക്ക് വ്യാഴം പൂർണ്ണമായും അനുകൂല ഭാവത്തിലല്ല. കരുതിയ പല കാര്യങ്ങളിലും ആസൂത്രണം ചെയ്തവയും സാക്ഷാത്കരിക്കാൻ ചില വിഘ്നങ്ങൾ ഉണ്ടായേക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ പ്രതീക്ഷിച്ച പദവി ആകണമെന്നില്ല, അല്ലെങ്കിൽ അന്യനാട്ടിലായേക്കാം. സ്വന്തം വ്യാപാരത്തിൽ പുരോഗതിക്ക് വേഗമില്ലാത്തത് മനസ്സിന് വിഷമം ഉണ്ടാക്കിയേക്കാം. കാരണങ്ങളൊന്നും തന്നെ തെളിഞ്ഞു വരണമെന്നും ഇല്ല. തൊഴിലാളികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം തുലവും കുറവായിരിക്കും. മത്സരങ്ങൾ കഠിനമാകുന്നതുമാണ്. നിഷ്പ്രയാസത ഒരിടത്തും ഒന്നിലും ഉണ്ടാകണമെന്നില്ല. നിരന്തര പ്രയത്നങ്ങളും ഇച്ഛാശക്തിയും വിജയകിരീടം ചൂടുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വയോജനങ്ങളുടെ പിന്തുണ ലഭിക്കുന്നതാണ്. ആരോഗ്യപരമായി തരക്കേടില്ലാത്ത സന്ദർഭമാണ്. 2-ലെ രാഹു പഠനത്തിൽ ശൈഥില്യം വരുത്താനുള്ള സാഹചര്യങ്ങളുണ്ട്. കുടുംബജീവിതത്തിൽ സംതൃപ്തിയും ശരാശരിയായിരിക്കും. പ്രണയിക്കുന്നവർ പിണങ്ങിയും ഇണങ്ങിയും കഴിയുന്നതാണ്. ഫ്ലാറ്റ് വാങ്ങാനുള്ള പരിശ്രമം തുടരേണ്ടി വരുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.